ഇപ്പോൾ ഇലകളിലാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ചെടി ഒന്ന് നനച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള. അതേപോലെ ചെടി നമ്മൾ റീപോർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ലേശം വേണമെങ്കിൽ സൂഡോമോണസിൽ ഒരു അരമണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം മാറ്റി നടന്നത് നല്ലതാണ്. ആ ചെടികൾ പെട്ടെന്ന് തന്നെ നല്ല ആരോഗ്യത്തോടു കൂടി വളരാൻ, പെട്ടെന്നുള്ള ആ ദ്രുതവാട്ടമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാണ് കേട്ടോ. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മളെ കർഷകൻ്റെ മിത്രമായിട്ടുള്ള സ്യൂഡോമോണസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ സ്യൂഡോമോണസിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ, നമുക്ക് എന്തൊക്കെ രോഗങ്ങൾക്ക് സ്യൂഡോമോണസ് കൊടുക്കാൻ വേണ്ടി പറ്റും, സ്യൂഡോമോണസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എന്തുകൊണ്ടാണ് സ്യൂഡോമോണസിനെ കർഷകൻ്റെ മിത്രം എന്ന് പറയുന്നതെന്ന് അറിയാം. കാരണം നമ്മളെ ചെടികളിൽ വരുന്ന രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ശേഷി സ്യൂഡോമോണസിനുണ്ട്. അതേപോലെ തന്നെ നമ്മളെ വളർച്ച, ചെടികളെ വളർച്ച ത്വരിതപ്പെടുത്താനുള്ള ശേഷിയും സ്യൂഡോമോണസിനുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചെടികളിൽ വരുന്ന രോഗകീടങ്ങളെ നശിപ്പിക്കാനുള്ള ശേഷിയും ഈ മിത്ര കുമിളിനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ സ്യൂഡോമോണസിനെ നമ്മളെ കർഷകൻ്റെ മിത്രം എന്ന് പറയുന്നത്. ഈ സ്യൂഡോമോണസ് നമ്മൾ ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നിലനിൽക്കൽ എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളെ ഇലകളുടെ അടിഭാഗത്ത് നിലനിൽക്കും, അതേപോലെ തണ്ടിലും വേരിലും അതേപോലെ അതിൻ്റെ പ്രതലത്തിലൊക്കെയാണ് സ്യൂഡോമോണസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നിലനിൽക്കൽ. അതേപോലെ തന്നെ സ്യൂഡോമോണസ് നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മളെ രോഗാണുക്കളെ നശിപ്പിക്കാൻ ശേഷിയുള്ള പലതരം ആന്റി ബാക്ടീരിയകളെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയും ഈ മിത്ര കുമിളിനുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മളെ ചെടികളിൽ കാണിക്കുന്ന ഇലപ്പോള രോഗം, ഇലപ്പുള്ളി രോഗം, കരിച്ചിൽ, വാട്ടരോഗം, ദ്രുതവാട്ടം, അതേപോലെ തന്നെ നമ്മളെ വേരിചീല, നമ്മളെ ഇഞ്ചിൻ്റെ ഒക്കെ വേരിചീലൊക്കെ വരുമല്ലോ ഇത്, അതേപോലെ കുമിൾ രോഗങ്ങൾ പലരും പറയുന്നതാണ് ചെടി തളിരയിൽ വരുന്ന ടൈമിൽ തന്നെ കുമിൾ രോഗങ്ങൾ വരിക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾക്ക് കാരണക്കാരായിട്ടുള്ള കുമിളുകൾ, ബാക്ടീരിയകളൊക്കെ നശിപ്പിക്കാനുള്ള ശേഷി ഈ മിത്ര കുമിളിനുണ്ട് കേട്ടോ. പിന്നെ സ്യൂഡോമോണസ് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ചെടികൾ നല്ല ആരോഗ്യത്തോടു കൂടി വളരാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മളെ ദീർഘകാല വിളകളൊക്കെ ഉണ്ടല്ലോ, വലിയ മരങ്ങളാവുന്ന, അപ്പോൾ ഇതിലൊക്കെ കൂടുതലായിട്ട് കാണുന്നതാണ് കുമിളിൽ പല രീതിയിലുള്ള അറ്റാക്കുകളും കാണാം. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ സ്യൂഡോമോണസ് കറക്റ്റായിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ പ്രതിരോധിക്കുന്നതാണ് കേട്ടോ. ഇനി സ്യൂഡോമോണസ് നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ, ഏതൊക്കെ ചെടിയിൽ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ, നമ്മളെല്ലാ ചെടീൻ്റെ എല്ലാ വളർച്ചാ ഘട്ടത്തിലും നമുക്ക് സ്യൂഡോമോണസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം, അതേപോലെ മണ്ണിലും കൊടുക്കാം. അപ്പോൾ മണ്ണിൽ നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും മിനിമം നമ്മൾ മണ്ണിൽ കൊടുക്കുന്നതാണ് നല്ലത്. അതൊന്നില്ലെങ്കിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി പൗഡർ രൂപത്തിലാണെങ്കിലും നമുക്ക് ആ രൂപത്തിലും നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മണ്ണിൽ ഈർപ്പം നിലനിൽക്കണം. കാരണം ഈർപ്പമുള്ള മണ്ണിൽ മാത്രമേ സ്യൂഡോമോണസ് പ്രവർത്തിക്കുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ മണ്ണിൽ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ചാരം, അതേപോലെ നമ്മൾ രാസവളങ്ങളോ അല്ലെങ്കിൽ കുമ്മായോ ഡോളമേറ്റോ അങ്ങനെയൊക്കെ നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ നമ്മൾ സ്യൂഡോമോണസ് കൊടുക്കരുത്. അപ്പോൾ ഈ സ്യൂഡോമോണസ് ബാക്ടീരിയ നശിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ സ്യൂഡോമോണസ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു 15 ദിവസം മുന്നെങ്കിലും അല്ലെങ്കിൽ ഒരു മാസം മുന്നെങ്കിലും നമ്മളെ മണ്ണിൽ ഇങ്ങനത്തെ സാധനങ്ങൾ, ഈ ചാരം അതേപോലെ രാസവളങ്ങളോ അല്ലെങ്കിൽ കുമ്മായം ഡോളമേറ്റ് അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഗുണം നമുക്ക് കിട്ടുള്ളൂ. അതേപോലെ മണ്ണിൽ ഈർപ്പം നിലനിർത്തുക. ഇപ്പോൾ ചൂട് കൂടുതലുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്യൂഡോമോണസ് മണ്ണിൽ കൊടുത്താൽ നല്ല രീതിയിൽ പൊതട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു നേരങ്ങളും കറക്റ്റ് നനച്ച് കൊടുക്കുക. മണ്ണിൽ ഈർപ്പം നിലനിർത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇലകളിൽ നമ്മൾ കുമിൾ രോഗം, അതേപോലെ ഇലകളിൽ വരുന്ന ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഒരു 20 ഗ്രാം എടുക്കുക, 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വൈകുന്നേരങ്ങളിൽ ഇലകളുടെ അടിഭാഗത്തും തണ്ടിലൊക്കെ ആയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിലേക്ക് ഒരു 20 ഗ്രാം ശർക്കര പൊടിച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കാലം സ്യൂഡോമോണസ് ബാക്ടീരിയ നമ്മളെ ഇലകളുടെ അടിഭാഗത്ത് തന്നെ നിലനിൽക്കാൻ വേണ്ടി സഹായിക്കുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം മാത്രം കൊടുത്തതിൻ്റെ കാര്യമില്ല. പലരും പറയുന്നതാണ്, ഇപ്പോൾ കുമിൾ രോഗം വരുന്നുണ്ട്, ഞാൻ സ്യൂഡോമോണസ് സ്പ്രേ ചെയ്ത് അതിൻ്റെ കറക്റ്റ് ഗുണം കിട്ടുന്നില്ല. ഇതൊരു പ്രാവശ്യം മാത്രം കൊടുത്തുകൊണ്ട് കാര്യമില്ല. ഇത് വരാതിരിക്കാൻ മുൻകരുതലായിട്ട് ഇത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഗുണം കിട്ടുക. വന്നു കഴിഞ്ഞ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ വന്ന ഇലകൾ ഒരു കാരണവശാലും നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അത് കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഇന്നൊന്ന് സ്പ്രേ ചെയ്ത് പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി സ്പ്രേ ചെയ്ത് അങ്ങനെ ഒരു 4-5 പ്രാവശ്യം സ്പ്രേ ചെയ്തതിന് ശേഷം പിന്നെ ഒരു 15 ദിവസം കൂടുന്ന ടൈമിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ ചെയ്താൽ മാത്രമേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഗുണം കിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വിത്ത് മുളപ്പിക്കുന്ന ടൈമിലൊക്കെ വിത്തുകൾ കറക്റ്റായിട്ട് നല്ല ആരോഗ്യത്തോടു കൂടി മുളച്ച് വരാനും രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് വിത്ത് കുറച്ച് നേരം സ്യൂഡോമോണസ് കലക്കിയാൽ
ലായനിയിൽ നമുക്ക് മുക്കിയിടാം. അല്ലാന്നുണ്ടെങ്കിൽ സ്യൂഡോമോണസ് പൗഡറിൽ ലേശം ഒന്ന് വിത്തൊന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് മാറ്റി നടാൻ പറ്റുന്നതുമാണ് കേട്ടോ. അതേപോലെ നമ്മൾ വേര് പിടിപ്പിക്കില്ല, ചെറിയ ചെടികൾക്ക് വേര് പിടിപ്പിക്കുന്ന ടൈമിൽ ആദ്യം കമ്പൊന്ന് സ്യൂഡോമോണസ് ലായനിൽ ഒരു അരമണിക്കൂറെങ്കിലും മുക്കി വെക്കാം. അതേപോലെ ചെടി നമ്മൾ റീപോർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ലേശം വേണമെങ്കിൽ സ്യൂഡോമോണസിൽ ഒരു അരമണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം മാറ്റി നടന്നത് നല്ലതാണ്. ആ ചെടികൾ പെട്ടെന്ന് തന്നെ നല്ല ആരോഗ്യത്തോടു കൂടി വളരാൻ, പെട്ടെന്നുള്ള ആ ദ്രുതവാട്ടമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഈ മിത്ര ബാക്ടീരിയ നമുക്ക് 2 രീതിയിലാണ് നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടുക. ഒന്ന് പൗഡർ രൂപത്തിലും കിട്ടും, അതേപോലെ ലിക്വിഡ് രൂപത്തിലും കിട്ടും. അപ്പോൾ പൗഡർ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ 6 മാസത്തെ കാലാവധിയാണ് ഉണ്ടാവുക. ലിക്വിഡ് രൂപത്തിലാണെങ്കിൽ 1 വർഷത്തെ കാലാവധി ഉണ്ടാവും. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് വേണം വാങ്ങാൻ വേണ്ടിയിട്ട്. കാരണം വളക്കടയിൽ പോയിട്ട് ഇപ്പോൾ കാലാവധി തീരാൻ 2 മാസമൊക്കെ ഉള്ളുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ 1 കിലോൻ്റെ പാക്കറ്റ് നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം അത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ എക്സ്പയർ ആയി പോകും. അപ്പോൾ എക്സ്പയർ ആയി കഴിഞ്ഞാൽ ഇതിലുള്ള ബാക്ടീരിയ ഘട്ടം ഘട്ടമായിട്ട് കുറഞ്ഞു വരികയാണ് ചെയ്യുക. കാരണം പിന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഗുണം കിട്ടില്ല. കാരണം ഈ ബാക്ടീരിയ സ്യൂഡോമോണസ് ഫ്ലോറസെൻസ് എന്ന് പറഞ്ഞ ഈ ബാക്ടീരിയനെ നമ്മളെ ചോക്ക് പൗഡറിൽ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ടീരിയകൾ നശിച്ചു പോയാലും വെറുതെ ചോക്ക് പൗഡർ നമ്മൾ കലക്കി ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ ഗുണമേ കിട്ടുള്ളൂ. അപ്പോൾ കാലാവധി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പാക്കറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ചെറിയ കൃഷിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വലിയ പാക്കറ്റ് വാങ്ങണ്ട, ചെറിയ പാക്കറ്റ് വാങ്ങുക. പിന്നെ ഒരു പ്രാവശ്യമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ കെട്ടി വെക്കുക. ചൂടുള്ള സ്ഥലങ്ങളിൽ വെക്കാതിരിക്കുക. ചൂടുള്ള സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ നശിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു റൂം ടെമ്പറേച്ചറൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ വെക്കുക, സൂക്ഷിച്ച് വെക്കുക. പിന്നെ ഉപയോഗിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മൾ മണ്ണിലാണെന്നുണ്ടെങ്കിൽ ഈർപ്പം നിലനിർത്തണം. മണ്ണിൽ ഈർപ്പുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് വേണം അത് കൊടുക്കാൻ വേണ്ടി. കൊടുത്തു കഴിഞ്ഞാൽ ഈർപ്പം നിലനിർത്തണം കേട്ടോ. ഇപ്പോൾ ഇലകളിലാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെടി ഒന്ന് നനച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സ്യൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഗുണം കിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് എടുക്കേണ്ട അളവുകൾ എത്രയാണെന്ന് ചോദിച്ചാൽ, ഇതിപ്പോൾ നമ്മൾ മണ്ണിലേക്കൊക്കെ കൊടുക്കുകയാണല്ല ഇലകളിൽ സ്പ്രേ ചെയ്യാൻ പൗഡർ രൂപത്തിലുള്ള എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 20 ഗ്രാം എടുക്കാം. അതിനിപ്പോൾ മണ്ണിലേക്ക് കൊടുക്കുമ്പോൾ 20 40 ഗ്രാം അയച്ച് യാതൊരുവിധ കുഴപ്പമില്ല കേട്ടോ. അളവ് കൂടിച്ച് യാതൊരുവിധ കുഴപ്പമില്ല. ഇനി ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 ml ആണ് 1 ലിറ്റർ വെള്ളത്തിൽ എടുക്കേണ്ടത്. പിന്നെ വെള്ളം എടുക്കുമ്പോൾ നമ്മൾ ക്ലോറിൻ അടങ്ങാത്ത വെള്ളം എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ക്ലോറിൻ അടങ്ങിയ വെള്ളത്തിൽ ഈ സ്യൂഡോമോണസ് ഫ്ലോറസെൻസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ നിലനിൽക്കില്ല. അതേപോലെ തന്നെ നമ്മൾ പാത്രത്തിൽ കലക്കിയിട്ട് വേണം നമ്മൾ സ്പ്രേയറിലേക്ക് ഒഴിക്കാൻ. കാരണം നേരിട്ട് സ്പ്രേയറിലേക്ക് പൗഡർ ഇട്ടിട്ട് നമ്മൾ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ ഇത് തരിയായിട്ട് നമ്മൾ ഇതിൽ കുടുങ്ങാൻ വേണ്ടി സ്പ്രേയറിൽ കുടുങ്ങാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു പാത്രത്തിൽ ആദ്യം കലക്കി വെച്ചിട്ട് അതൊന്ന് തരിച്ചിട്ട് സ്പ്രേയറിലേക്ക് ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പാത്രത്തിൽ കലക്കി വെക്കുന്ന ടൈമിൽ നമ്മൾ ഇരുമ്പിൻ്റെ പാത്രം, തുരുമ്പിടിച്ച പാത്രത്തിലൊന്നും കലക്കാതിരിക്കുക. കഴിയുന്നതും പ്ലാസ്റ്റിക് പാത്രത്തിൽ കലക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ. ഇനി ഇത് കൊടുക്കേണ്ട ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരങ്ങളിൽ കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അച്ഛൻ സൂര്യപ്രകാശം, സൂര്യൻ്റെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം നമ്മൾ കൊടുക്കുന്നതാണ് നല്ലത്. ആ മണ്ണിലാണെങ്കിലും നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്യുമ്പോൾ അങ്ങനെ കൊടുത്താൽ അതിൻ്റെ കറക്റ്റ് ഗുണം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ രാവിലെ തന്നെ സ്യൂഡോമോണസ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ ബാക്ടീരിയ വെയിലടിക്കുന്ന ടൈമിൽ തന്നെ ചത്തുപോകാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു ദിവസമൊക്കെ നമ്മളെ ചെടികളിൽ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ അത് ഒന്നിലധികം ദിവസം നമ്മൾ നിലനിൽക്കണം എന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഒരു 20 ഗ്രാം ശർക്കരയും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ ശർക്കരൻ്റെ കോട്ടിങ്ങിൽ ഇലകളുടെ അടിഭാഗത്ത് ഒന്നിലധികം ദിവസങ്ങളിൽ ചെടികളുടെ അടിഭാഗത്ത് നിലനിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ പലരും ചോദിക്കുന്ന കാര്യമാണ് സ്യൂഡോമോണസ് നമ്മൾ എത്ര ദിവസത്തെ ഗ്യാപ്പിൽ കൊടുക്കണം എന്നുള്ളത്. നിങ്ങളിപ്പോൾ 1.5 വെച്ച് കൊടുത്തു വെച്ചാൽ യാതൊരുവിധ കുഴപ്പമില്ല, നമുക്ക് കേടില്ല. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ദിവസം 3 ദിവസം കൂടുമ്പോഴൊക്കെ കൊടുക്കുക. പിന്നെ ഒറ്റ കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ രാസവളങ്ങൾ നിങ്ങൾ ഇലകളിൽ സ്പ്രേ ചെയ്യാന്നുണ്ടെങ്കിൽ 2 ദിവസം 3 ദിവസത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്യൂഡോമോണസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ മണ്ണിൽ നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ മണ്ണിൽ ഒരു 15 ദിവസം ഒരു മാസത്തിൽ ഒരു തവണയൊക്കെ മണ്ണിൽ കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഒരു 15 ദിവസത്തിൽ കൊടുത്തിച്ചിട്ടും യാതൊരുവിധ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ സ്യൂഡോമോണസിനെ കുറിച്ചിട്ട് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള പല വീഡിയോകളും സ്യൂഡോമോണസിനെ കുറിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോകളൊക്കെ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.